ഈ ചടങ്ങിൻ്റെ മുഖ്യ താരം പ്രിയപ്പെട്ട എഴുത്തുകാരി അരുന്ധതി റോയ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളാരെ പ്രസംഗിച്ച് നിങ്ങളുടെ സമയം അപഹരിക്കുന്നത് അന്യായമാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് അരുന്ധതിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാനാണല്ലോ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ആഴ്ചതോറും എല്ലാ ഹാളിലും സംസാരിക്കുന്നവരാണ്, പിന്നെ സംസാരിച്ചു കൊള്ളാം. അരുന്ധതി റോയെ പറ്റി ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അരുന്ധതിക്ക് ഈ അവാർഡ് നൽകിയിരിക്കുന്നു. നിങ്ങളെല്ലാം സാക്ഷിയായി മലയാറ്റൂർ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം അങ്ങേയറ്റം പ്രസക്തമായ ഒന്നാണ്. ഒരു കാര്യം മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അരുന്ധതി റോയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്നുള്ളത് കൊണ്ട് മലയാറ്റൂരിനെ മറക്കാൻ പാടില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിതം കൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഐഡൻറ്റിറ്റി എഴുത്തുകാരനായിരുന്നു, കലാകാരനായിരുന്നു എന്ന് എന്നും തിരിച്ചറിഞ്ഞതാണ് മലയാറ്റൂർ. സിവിൽ സർവീസൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡൻ്റലായി വന്ന് ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് റിട്ടയർമെൻറ്റിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ റിസൈൻ ചെയ്യാം. എന്തിനാണ് സാറിന് 4 വർഷമുണ്ട്? ഇല്ല, എനിക്കിത് വേണ്ട, എൻ്റെ പ്രൈമറി ഐഡൻറ്റിറ്റി എഴുത്തുകാരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിതൊരു ക്വിൻറ്റസെൻഷ്യൽ എഴുത്തുകാരിയെ ഇവിടെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പേരിലാണ് എന്നുള്ളത് അങ്ങേയറ്റം പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. വ്യക്തിപരമായി മലയാറ്റൂരിനോട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ചടങ്ങിന് വലിയ വൈകാരിക പ്രാധാന്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് സർവീസിലിരിക്കെ നിനക്ക് എഴുത്തുകാരനാകണമെങ്കിൽ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കേണ്ടത് എന്ന് പറഞ്ഞും പറയാതെയും എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു പരോക്ഷ ഗുരുനാഥനാണ്, പ്രത്യക്ഷ ഗുരുനാഥനാണ്, പരോക്ഷ ഗുരുനാഥനാണ് മലയാറ്റൂർ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മളിതിലൂടെ ആദരിച്ച ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുള്ള എഴുത്തുകാർ അങ്ങേയറ്റം അഭിമാനത്തോടെ കൗതുകത്തോടെ നോക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയെ പോലെ വേറെ എഴുത്തുകാരിയില്ല. അങ്ങനെയാണല്ലോ വലിയ എഴുത്തുകാരെ ദേ ആർ യുണീക്ക്, യു കനോട്ട് റെപ്ലിക്കേറ്റ്. പക്ഷേ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് അരുന്ധതി ആസ് എ റൈറ്റർ? നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തുടങ്ങി അവരെഴുതിയിട്ടുള്ള എല്ലാം നമ്മൾ വായിച്ചു. ഏറ്റവും ഒടുവിലത്തെ മദർ മേരി നമ്മൾ വായിച്ചു. എനിക്ക് രാധാകൃഷ്ണനെ പറ്റി വിശദമായിട്ട് അദ്ദേഹം പണ്ഡിതോചിതമായിട്ട് അതിനെപ്പറ്റി അപഗ്രഥിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നു. പക്ഷേ ആസ് എ റീഡർ, ഒരു വായനക്കാരൻ എന്നുള്ളതിലേക്ക് അരുന്ധതി മാജിക് എന്താണ് എന്ന് ഞാനിങ്ങനെ അപഗ്രഥിക്കുന്നു. വാട്ട് ഈസ് സോ മാജിക്കൽ അബൌട്ട് വാട്ട് ഷീ റൈറ്റ്സ്? ഒന്ന്, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ടു സേ വാട്ട് ഷീ വിൽ റൈറ്റ്. ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതുമെന്നോ അത് എന്ത് വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, അരുന്ധതിക്ക് നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, സെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബട്ട് ഷീ വിൽ യൂസ് ദ ലാംഗ്വേജ് ഇൻ ഹെർ ഓൺ ഫാഷൻ. സ്വന്തം വരുതിക്ക് അനുസരിച്ച് മാത്രമേ ഭാഷ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഷയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഭാഷയിലെടുക്കുന്ന സ്വാതന്ത്ര്യം വിതൗട്ട് ബീയിങ് ഔട്ട്റേജസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമല്ല. ഭാഷയുടെ ചില വ്യാകരണമൊക്കെ അനുസരിക്കും, പക്ഷേ എന്നാലും ചില അതിർത്തി ലംഘനങ്ങളുണ്ട്. ആൻഡ് ഷീ ഹാസ് ദാറ്റ് മാജിക്. അത് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ലംഘിക്കണം, എത്രത്തോളം ലംഘിക്കരുത്. മറ്റൊന്ന്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഈ കൊച്ചു ശരീരത്തിനുള്ളിൽ അരുന്ധതിയുടെ ചൈതന്യം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യമാണ്. ദാറ്റ് ഈസ് ഹെർ വെരി ബീയിങ്. സ്വാതന്ത്ര്യമാണ്. ഇഫ് വൺ വേർഡ് കുഡ് ക്രിസ്റ്റലൈസ് വാട്ട് അരുന്ധതി ഈസ് അബൌട്ട്, ഇറ്റ് ഈസ് ഫ്രീഡം. ഇവിടെയെല്ലാം ഫ്രീഡം. അത് അമ്മ ആ ഫ്രീഡം അപഹരിച്ചാലും ശരി, സ്ഥാപനം അപഹരിച്ചാലും ശരി, ഭരണകൂടങ്ങൾ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം അപഹരിച്ചാലും ശരി, ഐ ഹാവ് ടു റിബൽ. അതിനെ ചോദ്യം ചെയ്ത് അടങ്ങും. സ്വാതന്ത്ര്യം തേടിയുള്ള ഒരു വലിയ യാത്രയാണ് അരുന്ധതി റോയുടെ ജീവിതമെന്ന് ഈ പുതിയ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷീ ഈസ് ഇൻ സെർച്ച് ഓഫ് ഫ്രീഡം ബിക്കോസ് ഹെർ വെരി ബീയിങ് ഈസ് ഫ്രീഡം എംബോഡീഡ് ആണ്. ആ ഭാഷയിൽ സ്വാതന്ത്ര്യമുണ്ട്, ഭാവനയിൽ സ്വാതന്ത്ര്യമുണ്ട്, എഴുതാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇങ്ങനെ വളരെ പ്രശസ്തമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രലേഖകരൊക്കെ ചോദിക്കുമല്ലോ, when are you going to write your next novel? She gave a wonderful answer. I will write a next novel when I have something to say. I have a story to tell. എനിക്ക് മറ്റൊരു കഥ പറയാനുള്ളപ്പോൾ ഞാൻ മറ്റൊരു നോവൽ എഴുതും. അല്ലാതെ ഞാനിപ്പോൾ ബുക്കർ പ്രൈസ് വിന്നറാണ്, എനിക്ക് $10,000 $1,00,000 തരാനായിട്ട് ആൾ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അവധി എടുത്തിരുന്ന് ഇപ്പോൾ ഒരു നോവൽ ഇപ്പോൾ എഴുതി കളയാം എന്ന വിചാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുമുള്ള കരുത്ത് അരുന്ധതിക്കുണ്ട്. സെലിബ്രിറ്റിഷിപ്പ് കൊടുക്കുന്ന സകല പരാധീനതകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഫ്രീ സ്പിരിറ്റായിട്ട്, സെലിബ്രിറ്റി ആണെങ്കിലും ഫ്രീ സ്പിരിറ്റായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അരുന്ധതിയെ സഹിക്കും.
is a greatness. So my pronouns to you. My pronouns to you. And let ഈ എഴുത്തുകാർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മളെല്ലാം എഴുത്തുകാരാകാനിരിക്കുന്നവരല്ല മിക്കവാറും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തേടി നോബൽ പ്രൈസെങ്കിലും വരാതിരിക്കില്ല എന്നുള്ള വിചാരത്തിൽ എഴുതാനിരിക്കുന്നവരാണ് നമ്മളൊക്കെ. മനസ്സിലായില്ലേ? ആ എഴുത്തുകാരാവാനിരിക്കുന്ന നമ്മളൊക്കെ അരുന്ധതിയിൽ നിന്ന് പഠിക്കേണ്ട ഒരൊറ്റ കാര്യം, ഡു നോട്ട് ഇമിറ്റേറ്റ് എനിവൺ എൽസ്, ബി യുവർസെൽഫ്, യു വിൽ ബി എ റൈറ്റർ. അത് മാത്രമേ എനിക്ക് അരുന്ധതിയെ മുൻനിർത്തി എഴുത്തുകാരാകാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ. ഡു നോട്ട് ഇമിറ്റേറ്റ് എനിവൺ. നമ്മളെപ്പോലും സ്വയം ഇമിറ്റേറ്റ് ചെയ്യരുത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പാരമ്യതയാണ് അരുന്ധതി റോയ് എന്ന എഴുത്തുകാരിയെ വ്യത്യസ്തയാക്കുന്നത്. അവരെ ഞാൻ നമിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. അരുന്ധതിക്ക് ഇനിയും ഒരുപാട് പ്രകാശപൂർണമായ യാത്രാപഥങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.